ദുരന്തർ 1 കണ്ടിട്ട് കുറേ ദിവസമായി. എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ OTTയിൽ വന്നിട്ടാണ് കണ്ടത്. പക്ഷേ ഈ സിനിമ ഞാൻ കുറേ കാലത്തിന് ശേഷം 3 മണിക്കൂർ വരെയൊക്കെയുള്ള സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ലാഗ് വന്നാൽ ഭയങ്കരമായിട്ട് അത് ബോറടിക്കും. പക്ഷേ ഈ സിനിമ 3.5 മണിക്കൂറുണ്ട്. അതായത് 3 മണിക്കൂർ 25-30 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോലും ലാഗില്ല ഈ സിനിമയിൽ. എവിടെയും. ആ ലവ് പോർഷൻ വന്നപ്പോൾ അത് ലാഗാവും വിചാരിച്ചു. അതും ലാഗില്ല. പിന്നെ ഒരുപാട് റിയൽ ഇൻസിഡൻസ് ഉണ്ട് ഈ സിനിമയിൽ കേട്ടോ. ഒരുപാട്. പിന്നെ മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വൈബ് മേക്കിംഗ്. വേറെ ലെവൽ മേക്കിംഗ് ആണ് ദുരന്തറിൻ്റെ. കാരണം എടുത്ത് വെച്ചെണ്ണത് അത്രയും പൊളിയായിട്ടാണ്. പിന്നെ പെർഫോമൻസുകൾ. രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, രാജ്പാൽ യാദവ്, അങ്ങനെ ഒരുപാട് പെർഫോമൻസ്. എല്ലാവരും അഴിഞ്ഞടിക്കുക. സാറാർജുനുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിൽ സിനിമ വേറെ ലെവലാണ് കേട്ടോ. മേക്കിംഗ് വൈസ് ആണെങ്കിലും ശരി, പെർഫോമൻസ് വൈസ് ആണെങ്കിലും ശരി, സ്റ്റോറി വൈസാണ്. സ്റ്റോറി ആസ് യൂഷ്വൽ അണ്ടർ കവർ സ്റ്റോറിയാണ്, ഏജൻറ്റിൻ്റെ കഥ. പക്ഷേ അത് എടുത്തു വെച്ച രീതിയിലാണ് ആ പടം കയറിപ്പോണത്. ഒരു സെക്കൻഡിൽ പോലും നമുക്ക് ബോറടി ഇല്ലാതെ എൻഗേജിങ് ആയി ഇത്രയും നേരം നമ്മളെ പിടിച്ചിരുത്താൻ കഴിയുന്ന സ്ക്രീൻ പ്ലേ ഒക്കെ കിട്ടാറുണ്ട്. ഭയങ്കര പ്രയാസമാണ്. കാരണം ഫോണിൽ 5 ഇഞ്ച് സ്ക്രീനിൽ കാണുമ്പോൾ പോലും നമുക്ക് ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ അപ്പോൾ അത് ബിഗ് സ്ക്രീനിൽ നിന്ന് കണ്ട ഒരു റേഞ്ച് എന്തായിരിക്കും അല്ലേ? വേറെ ലെവലായിരിക്കും. പക്ഷേ എനിക്കതിന് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ഇപ്പോൾ പെയ്ഡ് പ്രീമിയറിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകാൻ നിന്നത്. പക്ഷേ ടിക്കറ്റ് കിട്ടി. പടത്തിന് പോയപ്പോൾ ഷോ ഇല്ല, സ്ക്രീനിങ് ഇല്ല. കാരണം എന്ത് ചെയ്യും, കാണാൻ പറ്റിയില്ല, തിരിച്ചു വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മറ്റന്നാൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റന്നാൾ എന്തായാലും പോയി കണ്ടിട്ട് പടം നിങ്ങൾക്ക് ഇതിൻ്റെ വിവരം തരണ്ട കേട്ടോ. അപ്പോൾ പിന്നെ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ, അതായത് പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. പിന്നെ ദുരന്തർ ദ റിവഞ്ച് 2ാം ഭാഗം ഇപ്പോൾ നാളെ റിലീസാണ് വേൾഡ് വൈഡ്. എല്ലാവരും കണ്ടൊക്കെ. വേറെ ലെവൽ പരിപാടിയായിരിക്കും. സർട്ടിഫൈഡ് ആണ്. 18 വയസ്സിന് താഴെയുള്ളവർ മാത്രം കാണാം. ഓക്കെ, കിട്ടില്ല പടമാണ്, മിസ് ചെയ്യരുത് കേട്ടോ.